ഓം ജയ് സായിറാം. നമശിവായ. നമ്മളിന്നുള്ളത് വഴിക്കടവ് നിലമ്പൂര് ധർമാനന്ദ സ്വാമിയുടെ ശ്രീ രാമാനന്ദ ആശ്രമത്തിലാണ് നമ്മളുള്ളത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗുരു ആത്മസ്വരൂപാനന്ദ സ്വാമിയുടെ കൂടെയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ കാണുന്നത് ആണ് നമ്മുടെ ഈ ആശ്രമം. പണ്ട് നിലമ്പൂർ കോവിലത്തിൻ്റെ അവരുടെ കീഴിലുള്ളൊരു ആശ്രമം കൂടിയായിരുന്നു ഇത്. അവർ വന്ന് താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സെൻ്ററായിരുന്നു ഇത്. ഇവിടെ മെയിനായിട്ട് ദേവിയാണ് പ്രതിഷ്ഠ. കാരക്കോട് ദേവിയാണ് പ്രതിഷ്ഠ. പിന്നെ അയ്യപ്പൻ നാഗങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുറ്റുണ്ട്. ആ പുറ്റിൽ ഒരു പ്രാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സർപ്പം വന്നിട്ട് ഒരു പെൺകുട്ടീനെ ദംശിച്ചു. പക്ഷേ ആ കുട്ടിക്ക് വിഷമേറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ ദംശനം കിട്ടിയിട്ട് പോലും അവർക്ക് ആ വിഷം കയറാഞ്ഞെന്ന് പറയണം. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ ഏതാണ്ടൊരു 15 ഏക്കറോളം സ്ഥലം ഇവിടെ ഉണ്ട്. അത് കാവാണ് ഇവിടെ, ഗവൺമെൻറ് അംഗീകൃത കാവാണ് ഇവിടെ ഉള്ളത്. ധാരാളം കുരങ്ങന്മാരുണ്ട്, നല്ല വടവൃക്ഷങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ഇക്കോ ശരിക്കും പറഞ്ഞാൽ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സെൻറ്ററും കൂടിയാണത്. സോഷ്യൽ ഫോറസ്റ്റ് നമ്മളുടെ വാനരന്മാർ ഇവിടെ ധാരാളം ഉണ്ട്. ഇവിടെയുള്ള വലിയ പനയുടെ മുകളിലൊക്കെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിജിക്ക് വലിയ ശല്യമാണ്. കാരണം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഏതാണ്ട് ഒരു 1000-1500 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഏത് 1-ാം തീയതി സ്വാമിജി? എല്ലാ മലയാളം 1-ാം തീയതി ചുരുങ്ങിയതൊരു 5000 പേരെങ്കിലും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെൻറ്ററും കൂടിയാണത്. അതിൻ്റെ സ്കൂളുണ്ട് 1-ാം ക്ലാസ് മുതൽ. ഇത് ധർമാനന്ദ സ്വാമിയാണ്. ആശ്രമത്തിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും. സ്വാമി പറഞ്ഞു. നമസ്കാരം. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വളരെ പരമ്പരാഗതമായ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആശ്രമ പ്രസ്ഥാനമാണ് ശ്രീരാമാനന്ദ ആശ്രമം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാലക്കാടാണ്, മണ്ണൂർ പാലക്കാട്. അതിൻ്റെ ഒരു ശാഖയാണ് ഈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വഴിക്കടവിലുള്ള കാരക്കോട് ആശ്രമം. ഇവിടെ കാവ്, ക്ഷേത്രം, നാഗപ്രതിഷ്ഠ, ലോകേശ്വരി ആയിരിക്കുന്ന ബാലാത്രിപുര സുന്ദരിയുടെ ഒരു വലിയ മനോഹരമായ ക്ഷേത്രം. അതോടൊപ്പം നമുക്ക് എയ്ഡഡ് സ്കൂളുണ്ട്. LKG UKG മുതൽ 7-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിലുള്ളതായിരിക്കുന്ന സ്കൂള്. ഇവിടെ ചുറ്റും ഏതാണ്ടൊരു 2000-ഓളം വീടുകൾ ഇതിൻ്റെ കീഴിലുണ്ട്. ഈ പ്രദേശത്തെ ആധ്യാത്മിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് കഴിഞ്ഞ ഏതാണ്ട് 100 വർഷങ്ങളായിട്ട് എല്ലാവിധമായ സംഭാവനകളും ചെയ്യുന്നതായ ഒരു ആശ്രമവും സ്കൂളും ക്ഷേത്രവും കാവും ചേർന്ന ഒരു സമുച്ചയമാണ് ഇത്. അപ്പോൾ സ്വാമിജിയുടെ ആ വാക്കുകൾ നമുക്ക് വളരെയധികം അറിവ് തരുന്നതാണ്. കാരണം കേരളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ സ്ഥലം നമ്മൾ എല്ലാവരും ഒരു ദിവസത്തെ വന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മനസ്സിനും ഒക്കെ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരം നമുക്ക് വളരെയധികം കാടാണ് മുഴുവൻ. വടവൃക്ഷങ്ങൾ കണ്ടോ? വലിയ വൃക്ഷമാണ്. ചെറിയൊരു 100 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു വലിയൊരു ആലാണത്. ഇതാണ് ആ സർപ്പത്തിൻ്റെ പുറ്റ്. നിറച്ചും സർപ്പപ്പുറ്റുകളാണ്. ഇവിടെ നിറയെ സർപ്പപ്പുറ്റുകളാണെന്നാണ് സ്വാമിജി പറയുന്നത്. പലതരത്തിലുള്ള പാമ്പ്, പിന്നെ കാടായ കാരണം പലതരത്തിലുള്ള പാമ്പുകളും ഇവിടെയുണ്ട്. ഓം ജയ് സായിറാം. നമഃ ശിവായ.